never say you don't have enough time. You have exactly the same number of hours per day that were given to Helen Keller, Pasteur, Michelangelo, Mother Teresa, Leonardo da Vinci, Thomas Jefferson and Albert Einstein. Hi, hello, welcome. This is Safna for Success Academy. So, ഇന്നും കുറച്ച് ഫ്രഷ് ന്യൂസസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ ഫ്രഷ് ന്യൂസസ് എന്ന് നമുക്ക് നോക്കാം. So, the first question goes like this. When was Jharkhand Foundation Day celebrated? എന്നാണ് ജാർഖണ്ഡ് ഫൗണ്ടേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. And the options are November 14, November 15, November 16, November 17. നവംബർ 15 2000 AB വാജ്പേയി പ്രൈം മിനിസ്റ്റർ ആയിരിക്കെ ബീഹാറിൽ നിന്നും ഡിവൈഡ് ആയിപ്പോയി ജാർഖണ്ഡ് എന്നൊരു പുതിയ സംസ്ഥാനം രൂപം കൊണ്ടത്. ആൻഡ് ജാർഖണ്ഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റാഞ്ചിയാണ്. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഹേമന്ത് സൊറേൻ ആണ്. ഹേമന്ത് സൊറേൻ ജാർഖണ്ഡ് മുക്തി മോർച്ച പാർട്ടിയിൽ നിന്നാണ് ജയിച്ചത്. ആൻഡ് ഗവർണർ എന്ന് പറയുന്നത് ദ്രൗപദി മുർമു ആണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. Who has been awarded with International Children's Peace Prize 2020? ആർക്കാണ് 2020 ഇന്റർനാഷണൽ പീസ് അതായത് ചിൽഡ്രൻസ് പീസ് പ്രൈസ് ലഭിച്ചത് എന്നാണ് ചോദ്യം. ആൻഡ് കഴിഞ്ഞ വർഷം ഇത് ലഭിച്ചത് ഗ്രേറ്റ തൺബർഗിനും ഡിവീന മാലൂമിനുമാണ്. സോ ഈ വർഷം ബംഗ്ലാദേശി സ്വദേശിയായിട്ടുള്ള സഹാദത്ത് റഹ്മാനാണ് ഇത് ലഭിച്ചത്. ആൻഡ് ഇത് 17ാമത്തെ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് ആണ്. മലാല യൂസഫ്സായി ആണ് ഡിജിറ്റലി ഇത് ഇദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്തത്. ഗ്രേറ്റ് ചർച്ച് ഓഫ് ദ ഹേഗിലാണ് ഇത് ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തതും ഈ പ്രൈസ് കൊടുത്തതും. ആൻഡ് ഓൾസോ ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ധാക്കയാണ്. പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയാണ്. ആൻഡ് ഷീ ഈസ് ദ ലോങ്ങസ്റ്റ് സെർവിങ് പ്രൈം മിനിസ്റ്റർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ബംഗ്ലാദേശ്. ഓക്കെ, ആൻഡ് ദ പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് അബ്ദുൽ ഹമീദാണ്. ആൻഡ് ഇത് എന്തിനാണ് കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 വയസ്സുള്ള ബംഗ്ലാദേശി നേറ്റീവ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി സൈബർ ബുള്ളിങ് കാരണം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം കൊടുക്കാനായിട്ട് സഹാദത്ത് റഹ്മാനും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ നരേൽ വോളണ്ടിയർ എന്ന പേരിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു സൈബർ ടീൻസ് മൊബൈൽ ആപ്പ് അവർ ക്രിയേറ്റ് ചെയ്തു. സോ ഇതിന് വേണ്ടിയിട്ടാണ് സഹാദത്ത് റഹ്മാന് ഈ ഒരു ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് കൊടുത്തത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഹാസ് ലോഞ്ച്ഡ് ജീവൻ സേവ ആപ്പ്? ഏത് യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണ് ഇന്ത്യയിലെ ജീവൻ സേവ ആപ്പ് കൊണ്ടുവന്നത് എന്നാണ് ചോദ്യം. ആൻഡ് ഇറ്റ് ഈസ് ന്യൂഡൽഹി. ആൻഡ് ഡൽഹി ഗവൺമെൻറ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഡൽഹിയുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്റ്റർ ആയിട്ടുള്ള സത്യേന്ദ്ര ജെയിൻ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. ആൻഡ് കോവിഡ് പേഷ്യൻസിനും അവരുടെ ഫാമിലീസിനും സ്മൂത്ത് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് കൊളാബറേറ്റഡ് വിത്ത് എവേറ. ആൻഡ് ആംബുലൻസ് അതായത് ക്രിട്ടിക്കൽ അല്ലാത്ത പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ആദ്യം എന്നുള്ള രീതിയിൽ പരീക്ഷിക്കുന്നത് ആംബുലൻസ് ആയിട്ട്. ആൻഡ് നെക്സ്റ്റ് പറയാനുള്ളത് ഡൽഹിയുടെ CM എല്ലാവർക്കും അറിയാം അരവിന്ദ് കെജ്രിവാൾ ആണ്. ആൻഡ് ഗവർണർ എന്ന് പറയുന്നത് അനിൽ ബൈജാൽ ആണ്. ആൻഡ് ഹീ ഈസ് റിട്ടയർഡ് IAS ഓഫീസർ ആൻഡ് ഹീ ഈസ് ദ 21st ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ന്യൂ ഡൽഹി. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. What is the age of Abhijita Gupta, who has been recognized as world's youngest author by International Book of Records? International Book of Records ന്റെ വേൾഡ്സ് യങ്ങസ്റ്റ് റൈറ്റർ എന്ന ടൈറ്റിൽ സ്വന്തമാക്കിയ അഭിജിത ഗുപ്തയുടെ ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് 7. 7 വയസ്സുള്ള ഈ കുട്ടിയാണ് ഈ ഒരു ഇത്രയും വലിയൊരു നേട്ടത്തിന് കാരണക്കാരിയായിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബൈ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് റൈറ്റിംഗ് എന്നുള്ളൊരു ടൈറ്റിലാണ് ഇദ്ദേഹം അതായത് അഭിജിത സ്വന്തമാക്കിയിരിക്കുന്നത്. 5 വയസ്സ് മുതലാണ് ഷീ സ്റ്റാർട്ടഡ് ഹർ റൈറ്റിംഗ് കരിയർ. ആൻഡ് ഷീ ഈസ് ദ 3rd ജനറേഷൻ ഓഫ് റിനൗണ്ട് പോയറ്റ് മൈഥിലി ശരൺ ഗുപ്ത. ആൻഡ് ഹാപ്പിനെസ് ഓൾ അറൗണ്ട് എന്ന് പറയുന്ന ആന്തോളജി അതായത് ഷോർട്ട് സ്റ്റോറീസും പോയംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആന്തോളജി ആയിട്ടുള്ള ഹാപ്പിനെസ് ഓൾ അറൗണ്ട് എന്ന് പറയുന്ന ബുക്കിനാണ് ഈ ഒരു നേട്ടം ഇദ്ദേഹം കൈവരിച്ചിട്ടുള്ളത്, അതായത് അഭിജിത കൈവരിച്ചിട്ടുള്ളത്. ആൻഡ് ഷീസ് ആൻ ഗാസിയാബാദ് നേറ്റീവ്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദാണ് അഭിജിതയുടെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത്. ഓൾസോ ഷീസ് എ വെൽ നോൺ പോയട്രി ആൻഡ് പ്രോസ് റൈറ്റിംഗ് പോവറസ്. ഓക്കെ, and the next question goes like this.
ഇന്റേണൽ മാർക്കറ്റ് ബിൽ വിച്ച് വാസ് സീൻ ഇൻ ന്യൂസ് റീസെൻ്റ്ലി ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് കൺട്രി? ഏത് രാജ്യവുമായിട്ടാണ് ഇന്റേണൽ മാർക്കറ്റ് ബിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ആൻഡ് ഒബ്വിയസ്ലി US, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം, ഇന്ത്യ എന്നൊക്കെയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് 1922 മുതൽ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ ഒരു 4 കൺട്രീസ് ആണ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. ഇവിടേക്ക് വരുന്ന സെപ്പറേറ്റ് മാർക്കറ്റ് ലോ ആണ് ഇന്റേണൽ മാർക്കറ്റ് ബിൽ എന്ന് പറയുന്നത്. സെപ്പറേറ്റ് മാർക്കറ്റ് ലോ എന്ന് പറയുമ്പം ബ്രെക്സിറ്റ് പാസ്സായതിന് ശേഷമാണ് ഇങ്ങനൊരു ബില്ല് തന്നെ കൊണ്ടുവരുന്നത്. സോ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് മാർക്കറ്റ് ലോസ് ഉണ്ടാക്കാം. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ബേസിൽ സെപ്പറേറ്റ് മാർക്കറ്റ് ലോസ് ആണ് ഇൻറ്റേർണൽ മാർക്കറ്റ് ലോ എന്ന് പറയുന്നത്. ഇത് യൂറോപ്യൻ യൂണിയൻ്റെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് വളരെയധികം കോൺട്രവേഴ്സി ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇൻറ്റേർണൽ മാർക്കറ്റ് ബില്ല് ന്യൂസുകളിൽ ഇത്രയും ഇടപെടിച്ചിട്ടുള്ളത്. ആൻഡ് സെപ്റ്റംബർ 9, 2020 ഈ ഒരു പബ്ലിക് ബില്ലാവുന്നത്. അതായത് സെപ്റ്റംബർ 9, 2020 ഇതൊരു പബ്ലിക് ബില്ലായിട്ട് ഇത് കൊണ്ടുവരുന്നത്. ആൻഡ് 3rd റീഡിംഗ് കഴിഞ്ഞ് ഹൗസ് ഓഫ് കോമൺസിൽ 29 സെപ്റ്റംബർ 2020 ഇത് പാസ്സാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എൻ ഇന്റേണൽ മൊബിലിറ്റി ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ UK. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബില്ല്, ഈ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. വിച്ച് കൺട്രി ഹിറ്റ് വിത്ത് ടൈഫൂൺ വാംകോ? ടൈഫൂൺ വാംകോ ഏത് രാജ്യത്തെയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഹിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻഡ് ഇറ്റ് ഈസ് ഫിലിപ്പൈൻസ്. 67 പേരുടെ മരണത്തിന് കാരണമായ ഈ ടൈഫൂൺ വാംകോ ഇപ്പോൾ വിയറ്റ്നാം ദിശയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം 67 പേര് മരിച്ചതായിട്ടും 12 പേര് മിസ്സിംഗ് ആയിട്ടുമാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ആൻഡ് ഫിലിപ്പൈൻസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മനിലയാണ്. ആൻഡ് ഓൾസോ അതിൻ്റെ കറൻസി എന്ന് പറയുന്നത് ഫിലിപ്പൈനി പെസോ ആണ്. ഫിലിപ്പൈൻ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് റോഡ്രിഗോ ഡുവാർട്ടെ ആണ്. ആൻഡ് വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹനോയി ആണ്. വിയറ്റ്നാം പ്രൈം മിനിസ്റ്റർ ഈസ് ങ്വെയ്ൻ സ്വാൻ ഫൂക്ക് ആൻഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ങ്വാൻ ഫൂക്ക് ട്രോങ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. ഹൂ വൺ ദ 2020 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ അവാർഡ്? ആരാണ് 2020 യുണൈറ്റഡ് നേഷൻസിൻ്റെ പോപ്പുലേഷൻ അവാർഡ് ജേതാവ് എന്നാണ് ചോദ്യം. ആൻഡ് ദ ഓപ്ഷൻസ് ആർ ഹെൽപേജ് ഇന്ത്യ, ഗ്യായാലിം വാങ്ചുക്, Dr. Natalia Kanem, and both A and B. And the answer is both A and B. 1981 മുതൽ കൊടുക്കാൻ തുടങ്ങിയ ഈ അവാർഡ് 1983 ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻ ടു ദ പോപ്പുലേഷൻ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻ നടത്തിയ ആൾക്കാർക്കും ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാറ്റഗറിയിലാണ് ഹെൽപ്പേജ് ഇന്ത്യ, അതായത് ഇന്ത്യയിലെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹെൽപ്പേജ് ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഇന്ത്യയിൽ 20ഓളം സംസ്ഥാനങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. 4 ഡെക്കേഡായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വയോജനങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് വേണ്ട ഹെൽപ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ഗ്യായാലിം വാങ്ചുക് എന്ന് പറയുന്നത് ഷീ ഈസ് ദ ക്വീൻ മദർ ഓഫ് ഭൂട്ടാൻ. ഭൂട്ടാൻ്റെ ഹെർ മജസ്റ്റി ആണ് ഗ്യായാലിം വാങ്ചുക്, കിങ്ങിൻ്റെ വൈഫ്. ആൻഡ് ഇൻഡിവിജ്വൽ കാറ്റഗറിയിലാണ് ഗ്യായാലിം വാങ്ചുക്കിന് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഹെൽപ്പേജ് ഇന്ത്യ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ കാറ്റഗറിയിലാണ് ഹെൽപ്പേജ് ഇന്ത്യക്ക് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. വെറ്ററൻ ആക്ടർ സൗമിത്ര ചാറ്റർജി പാസസ് എവേ, ഹീ ഈസ് ഫ്രം വിച്ച് ഇൻഡസ്ട്രി? വെറ്ററൻ ഇന്ത്യൻ ആക്ടറായിട്ടുള്ള സൗമിത്ര ചാറ്റർജി ഏത് ഫിലിം ഇൻഡസ്ട്രി ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻഡ് ഹീസ് ഗ്ലോബൽ ലെവലിൽ ഫേമസ് ആയിട്ടുള്ള ഇദ്ദേഹം ബംഗാളി ഫിലിം ഇൻഡസ്ട്രിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രീനെ തന്നെ ഗ്ലോബൽ ലെവലിൽ ഫേമസ് ആക്കിയിട്ടുള്ള, അതായത് ഗ്ലോബലി സിനിമ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യജിത് റേയുടെ ഫസ്റ്റ് മൂവിയിലാണ് ഇദ്ദേഹം ഇൻട്രോ ആയിട്ട് വരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ട് ഫിലിം എന്ന് പറയുന്നത് സത്യജിത് റേയുടെ അപ്പു സൻസാർ എന്ന് പറയുന്ന ഫിലിമാണ്. ആൻഡ്
സത്യജിത്രയുടെ ഓൾട്ടർ ഈഗോ എന്നാണ് സൗമിത്ര ചാറ്റർജി പറയപ്പെടുന്നത്. ആൻഡ് 85 വയസ്സുള്ള ഇദ്ദേഹം 40 ദിവസത്തെ കൊറോണ ഫൈറ്റിന് ശേഷമാണ് മരണത്തിന് കീഴടങ്ങിയത്. ആൻഡ് ഓൾവേസ് സത്യജിത്രയെയും സൗമിത്ര ചാറ്റർജിനെയും, അതായത് സത്യജിത്രയെ പറയുമ്പോൾ സൗമിത്ര ചാറ്റർജിനെയും, സൗമിത്ര ചാറ്റർജിനെ പറയുമ്പോൾ സത്യജിത്രയെയും ഓർക്കുന്നത് അവരുടെ കൊളാബറേഷനിലൂടെയാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഫിലിംസ് എന്ന് പറയുന്നത് 14 ഫിലിംസ് ആണ്. ആൻഡ് ഇത് കൂടാതെ തന്നെ 300ഓളം സിനിമകളിൽ സൗമിത്ര ചാറ്റർജി അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് അപ്പൂർ ട്രിലോജിയാണ് ഇതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൂവി എന്ന് പറയുന്നത്. ആൻഡ് അപ്പൂർ ട്രിലോജി കൂടാതെ തന്നെ അപ്പൂർ സൻസാർ, ചാരുലത, അരണ്യ ദിൻ രാത്ര, ഘരെ ബേരെ, ഗണശത്രു തുടങ്ങിയ ഒത്തിരി ഫേമസ് മൂവീസ് സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സൗമിത്ര ചാറ്റർജി എന്ന് പറയുന്നത്. ഓക്കെ, and the next question goes like this. Recently, along with China, how many countries signed a deal to set up the world's largest trading bloc? വേൾഡിലെ ലാർജസ്റ്റ് ട്രേഡിംഗ് ബ്ലോക്ക് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചൈനയുടെ കൂടെ എത്ര രാജ്യങ്ങളാണ് ഈ ഒരു ഡീലിൽ സൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ആൻഡ് ഇറ്റ് ഈസ് റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിൽ 10 സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൻ്റെ കൂടെ ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അടങ്ങുന്ന 15 രാജ്യങ്ങളാണ് ഇതിൽ സൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് സൺഡേ ഹനോയിൽ വെച്ച് നടന്ന 37th ആസിയാൻ സമ്മിറ്റിലാണ് ഈ ഒരു സെറമണി നടന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഫേമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേൾഡ് ലെവലിൽ എക്കണോമിക് ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ഇതിൽ 3 ഭാഗം, അതായത് വേൾഡ് ടോട്ടൽ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ 3 ഭാഗവും ഈ 15 രാജ്യങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. സോ അതുകൊണ്ടാണ് ഇത് വേൾഡ്സ് ലാർജസ്റ്റ് ഇക്കണോമിക് ട്രേഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്. November 16th ഈസ് ഒബ്സർവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ November 16th എന്ത് ദിവസമായിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തത് 1966-ലാണ്. സോ അതിൻ്റെ കോമമറേഷന് വേണ്ടിയിട്ടാണ് നാഷണൽ പ്രസ് ഡേ November 16th, അതായത് 1966 November 16th പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തത്. സോ അതിൻ്റെ കൊമമറേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാഷണൽ പ്രസ് ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇറ്റ് ഈസ് എ ക്വാസി ജുഡീഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ആൻഡ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയെ പറയുന്നത് മോറൽ വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ജേർണലിസ്റ്റുകൾക്കെതിരെയുള്ള മോറൽ വാച്ച് ഡോഗായിട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ജേർണലിസ്റ്റുകൾക്ക് നേരെയുള്ള മോറൽ വാച്ച് ഡോഗായിട്ടാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നത്. ആൻഡ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് ചന്ദ്രമൗലി കുമാർ പ്രസാദ് ആണ്. ആൻഡ് ഹീ ഈസ് എ റിട്ടയേർഡ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്. ഓക്കെ, ആൻഡ് ഇന്ന് ഇന്ത്യയിൽ നാഷണൽ പ്രസ് ഡേ ആണെങ്കിൽ വേൾഡ് ലെവലിൽ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ടോളറൻസ് ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. 1966 മുതൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിയാണ് ഇതിന് വേണ്ടിയിട്ടൊരു റെസൊല്യൂഷൻ പാസ് ചെയ്തത്, അതായത് 1966. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ബോണസ് അഫെയർസ്. ഫ്രീഡം വാക്ക് എന്ന ചെരുപ്പ് പുറത്തിറക്കുന്ന കേരളത്തിലെ സെൻട്രൽ ജയിലാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ. കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അവാർഡ് ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ ലഭിച്ചു. ഇന്ന് അന്താരാഷ്ട്ര ഫാൽക്കൺ ദിനം. 2004 ഫാൽക്കണുകളെ കുറിച്ചുള്ള പഠനത്തിന് ഡോക്ടറേറ്റ് നേടിയ ആദ്യ ഏഷ്യക്കാരനും UAE ഫാൽക്കൺ ക്ലബിൽ അംഗത്വം നേടിയ അറബി അല്ലാത്ത ഏക വ്യക്തിയുമായ മലയാളിയാണ് സുബൈർ മേടമ്മേൽ. ഓക്കെ, ഇന്നത്തെ അഫെയർസും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ആൻഡ് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.